നമ്മൾ ഒരു ഫുൾ ചിക്കനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഈ മാരിനേഡ് ഇതിനകത്ത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. ലോഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളത് വാക്യൂം ടംബ്ലർ വർക്ക് ചെയ്യുകയാണ്. വാക്യൂം ടംബ്ലറിൽ ഓൾറെഡി നമ്മൾ വാക്യൂമിൻ്റെ അളവ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ 5 മിനിറ്റാണ് ടൈം കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ഡോർ ക്ലോസ് ആണ് നോക്കുക. ഡോർ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്യൂം ചെയ്യാം. വാക്യൂം ചെയ്യുന്നത് വെച്ചാൽ വാക്യൂമിൻ്റെ പൈപ്പ് നമുക്ക് സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. വാക്യൂം മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ഇത് ക്ലോസിങ്ങും ഓപ്പണിംഗ് ആണ്. അതിനുശേഷം ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ വാക്യൂം എന്നുള്ള ബട്ടൺ വെക്കുക. വാക്യൂം ബട്ടൺ വെക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ വാക്യൂമിൻ്റെ പമ്പ് വർക്ക് ചെയ്ത് തുടങ്ങുകയും ഇതിൻ്റെ ക്യാബിനുള്ളത് വാക്യൂം ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആകും. അപ്പോൾ നമുക്കിവിടെ അളവ് കാണാൻ പറ്റും. ഈ മീറ്ററിൽ തന്നെ വാക്യൂം ചെയ്യുന്നതിൻ്റെ അളവും കാണാൻ കഴിയും. അതിനുശേഷം ഒരു മിനിറ്റൊക്കെ വർക്ക് ചെയ്യുന്നതോട് കൂടെ തന്നെ വാക്യൂം ഓഫാവും. ഓഫായതിന് ശേഷം നമുക്കിത് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഈ സേഫ്റ്റി സ്വിച്ചിൽ ഘടിപ്പിക്കാം. വാക്യൂം ഓഫായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ വാൽവ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ അതിൻ്റെ പൈപ്പ് എടുത്തിട്ട് ഓസ് എടുത്തിട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും. ഇവിടെ കണക്ട് ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇത് വന്ന് റിമൂവ് ആക്കാതെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഈ സേഫ്റ്റി സ്വിച്ച്. അപ്പോൾ സിമ്പിൾ ഫംഗ്ഷനാണ് ഇത്. നമ്മളിപ്പം ജസ്റ്റ് ഒരാൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി പിടിച്ച് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വർക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ 3 സ്പീഡാണുള്ളത്. ഒന്ന് ഹൈ സ്പീഡ്, മീഡിയം സ്പീഡ്, ലോ സ്പീഡ്. അപ്പം 3 സ്പീഡുള്ളത്. അപ്പം ഹൈ സ്പീഡിൽ വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റാണ് വാക്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വാക്യൂമിൻ്റെ ഇടയിൽ ഓരോ റൊട്ടേറ്റിങ്ങിൻ്റെ ഇടയിലും ചെറിയ സമയം കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ മസാല മിക്സ് ആവണ മസാല ശരിക്കും ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ് അത് കൊടുക്കുന്നത്. നമുക്ക് 5 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് നമ്മൾ വാക്യൂം ചെയ്തിട്ടുണ്ട്. വാക്യൂം ചെയ്ത് മാരിനേറ്റ് ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻഡ് ആയിട്ടുണ്ട്, എൻഡെന്ന് കാണിക്കും. അതിനുശേഷം നമ്മളിതിൻ്റെ വാക്യൂം ഇതാക്കണം. അത് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നതോടുകൂടെ പുറത്തുള്ള വായു ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഇത് റെഡിയാവും. ഇതിൻ്റെ വാക്യൂം ക്ലിയർ ചെയ്യാതെ നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് കാര്യമില്ല. ഇത് ഡോറ് തുറക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഡോറ് സെക്ക് ചെയ്ത് പിടിച്ചിരിക്കും. അതിനുശേഷം ഇപ്പം നമ്മളിത് ഡോറ് ഓപ്പൺ ചെയ്യാം. സിമ്പിളായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എഫിഷ്യൻസി കുറവുണ്ടാവും. ശരിക്കും ഇതിൽ നമ്മളൊരു മിനിമം 5 അല്ലെങ്കിൽ 10 കിലോനെങ്കിലും ചെയ്യണം. അതിനുശേഷം നമുക്കിത് സിമ്പിളായിട്ട് തന്നെ അൺലോഡ് ചെയ്യാൻ പറ്റും.